ഹായ്, എല്ലാവർക്കും കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആവാൻ പോവുകയാണ്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു വട്ടയപ്പാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. പച്ചരി ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് ഒരു 8 മണിക്കൂർ കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്. ഇതിൻ്റെ പകുതി നമുക്ക് ആദ്യം അരച്ചെടുക്കാം. അതിനകത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് പകുതി അരച്ചെടുക്കാം. പച്ചരിയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഇത് വട്ടയപ്പത്തിന് അരച്ചെടുക്കുമ്പോൾ കൂടുതൽ വെള്ളം കൂടി പോകാൻ പറ്റില്ല. അതുകൊണ്ട് പച്ചരിയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ലെവലിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കണം. തീരെ തരിയില്ലാത്ത രീതിയിൽ അരച്ചെടുക്കുക. അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, തരിയില്ലാണ്ട്. ഇനി അതിൽ നിന്ന് ഒരു 2.5 സ്പൂണ് മാവ് എടുത്തിട്ട് നമുക്കത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. 2 സ്പൂൺ മാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് കട്ടയില്ലാണ്ട് കുറുക്കിയെടുക്കും. അരച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറുക്കിയത് ആറിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തേങ്ങ 1 കപ്പ്, പിന്നെ ചെറിയ ജീരകം 1 നുള്ള്, ഒരു ചെറിയ വെളുത്തുള്ളി, ഇത്രയും കൂടെ ചേർക്കുക. തേങ്ങ എടുക്കുമ്പോൾ നല്ല വെള്ള കളറിലുള്ള ഭാഗം മാത്രം എടുക്കുക. ചിരട്ടയോടെ ചേർന്ന ഭാഗം ചിരണ്ടി എടുക്കാണ്ടിരിക്കുക. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ പഞ്ചസാരയിൽ വെള്ളം കൂടെ വരുന്നത് കൊണ്ട് അരി നന്നായിട്ട് പാകത്തിന് കട്ടിയിൽ കിട്ടുന്നതാണ്. ഇത് പാകത്തിന് അരഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇത് ചേർത്തിട്ട് ഒരു 10 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ആദ്യം അരച്ച് വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് പൊങ്ങാൻ വേണ്ടിയിട്ടൊരു 3-4 മണിക്കൂർ മാറ്റി വയ്ക്കാം. മാവ് പാകത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇളക്കിയതുകൊണ്ട് ഒന്നും കൂടെ ഒരു 1/2 മണിക്കൂറും കൂടെ പൊങ്ങാൻ വയ്ക്കുക. അതിനുശേഷം അത് ആവിയിൽ വേവിച്ചെടുക്കാം. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതൊരു ചെറിയ കിണ്ണത്തിൽ എണ്ണ പുരട്ടിയിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് കിണ്ണത്തിൻ്റെ പകുതിയേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ വെച്ചിട്ട് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇത് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ചെറിയ ഇട്ട് കഴിഞ്ഞാൽ അത് മൊത്തം മാവിൻ്റെ ഉള്ളിലേക്ക് പോവും. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ആവിയും കൊണ്ട് കൈ പൊള്ളും. ചെറിയ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കും. അങ്ങനെ ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കറിയുടെ കൂടെ, അതായത് ചിക്കൻ കറിയോ ബീഫോ ഒക്കെ അതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ മധുരം കുറച്ചിടണം. അപ്പോൾ ഒരു 400 ഗ്രാം അരിക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാൽ കറക്റ്റായിരിക്കും.